In this video, we'll be learning the fifth module of engineering mechanics. So here we'll start with simple harmonic motion. Simple harmonic motion ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. So let's see what simple harmonic motion is. Any motion which repeats all of its characteristics after regular interval of time is called a periodic motion or cyclic motion. അപ്പോൾ പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ സൈക്ലിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് അത് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അതിനെയാണ് ഒരു പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ സൈക്ലിക് മോഷൻ എന്ന് പറയുന്നത്. ആ സൈക്ലിക് മോഷൻ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. If a periodic motion satisfies the following two general conditions, then that motion will be simple harmonic motion. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻ നോക്കാം. ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് നോൺ ആസ് ദ സെൻറ്റർ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിലറേഷൻ ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് സെൻറ്റർ. ആ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൻ്റെ ആക്സിലറേഷൻ. അതായത് മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിൽ നിന്ന് ആ ബോഡിയുടെ ഡിസ്റ്റൻസ് കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്സിലറേഷനും കൂടി വരണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. Second condition is acceleration of the body is always directed towards the mean position. അപ്പോൾ ഈ മീൻ പൊസിഷനിൽ നിന്ന് ദൂരോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ കൂടി വരണം എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ മീൻ പൊസിഷനിൽ നിന്ന് അത് ദൂരോട്ട് പോകുമ്പോഴും ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീൻ പൊസിഷനിലേക്കായിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സൈക്ലിക് മോഷനെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫിഗർ ഇതാണ്ട് സൈഡിൽ ഒരു ഫിഗർ കാണുന്നുണ്ട്. കൺസിഡർ ദ മോഷൻ ഓഫ് എ പോയിന്റ് പി ബിറ്റ്വീൻ ടു പൊസിഷൻസ് എ ആൻഡ് ബി. ഇതാ ഈ ഫിഗർ നോക്ക്. ഇവിടെ ഈ എക്സ്ട്രീം പൊസിഷനാണ് എ, മറ്റേ എക്സ്ട്രീം പൊസിഷനാണ് ബി. അപ്പോൾ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഈ എ ബി ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുവാണെന്നിരിക്കട്ടെ. പോയിന്റ് പി ഫസ്റ്റ് മൂവ്സ് ഫ്രം ദ റെഫറൻസ് പോയിന്റ് ഒ. ഇതാണ് റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പോയി ആദ്യം അത് ബിയിലെത്തും, ഒരു സൈഡിലേക്ക് പോയി ബിയിലെത്തുന്നു, തിരിച്ചത് ഒയിലേക്ക് വരുന്നു, വീണ്ടും എയിലേക്ക് പോകുന്നു, തിരിച്ച് ഒയിലേക്ക് വരുന്നു. ഇപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. ദ ഡിസ്റ്റൻസ് ഒ എ ആൻഡ് ഒ ബി, നേരത്തെ ഫിഗർ തന്നെയാണ് ഇവിടെ വീണ്ടും കാണിച്ചേക്കുന്നത്. ഡിസ്റ്റൻസ് ഒ എ ആൻഡ് ഒ ബി ആർ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ റെഫറൻസ് പോയിന്റ് അല്ലേ. അപ്പോൾ ഒയിൽ നിന്ന് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, അത് മൂവ് ചെയ്ത് ബിയിലെത്തുന്നു, തിരിച്ചത് മൂവ് ചെയ്ത് ഒയിലെത്തുന്നു, പിന്നെ ഇവിടുന്ന് എയിലെത്തുന്നു, തിരിച്ച് ഒയിലെത്തുന്നു. ഇപ്പോഴാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇതിൽ ഒ എ ഒ ബി എന്ന് പറയുന്നതാണ് മെയിൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ. ആ മാക്സിമം ഡിസ്റ്റൻസിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് x0 എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. The maximum displacement of the particle from its mean position is called amplitude. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫിഗറാണ് വരച്ചിരിക്കുന്നത്. കൺസിഡർ എ പാർട്ടിക്കിൾ പി മൂവിങ് അറൗണ്ട് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് പറയുന്നത് ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ്. അതിങ്ങനെ കർവ്ഡ് പാത്തിലുള്ള മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ് അതിനെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഒമേഗ എന്ന ടേം കൊണ്ടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന വെലോസിറ്റിക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് പോലെ കർവ്ഡ് പാത്തിൽ പോകുന്ന ബോഡിയുടെ വെലോസിറ്റിയെ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി ലെറ്റ് പി ബി ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ എ ടൈം ടി സെക്കൻഡ്സ് ആൻഡ് ദ കറസ്പോണ്ടിങ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ബി തീറ്റ റേഡിയൻസ്. അപ്പോൾ എയിൽ നിന്ന് ഈ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷൻ, അതിൻ്റെ ഒരു ടി എന്ന് പറയുന്ന സമയം കഴിയുമ്പോഴുള്ള ആ ബോഡിയുടെ പൊസിഷനാണ് ഈ പി എന്ന് പറയുന്നത് മാർക്ക് ചെയ്തേക്കുന്നത്. Let P be the position of the particle after a time t seconds and the corresponding angular displacement. അതായത് എയിൽ നിന്ന് പിയിലേക്ക് ബോഡി എത്തിയ സമയത്ത് ആ ബോഡിക്ക് സംഭവിച്ച ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് തീറ്റ റേഡിയൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം
തീറ്റ വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടൈം. തീറ്റ എന്ന് പറയുന്ന ആ ബോഡിക്ക് സംഭവിച്ചിട്ടുള്ള ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടുന്ന് ഇവിടം വരെ. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണെന്നറിയാം. വെലോസിറ്റി ഇവിടെ ഒമേഗയാണ്. സോ ഒമേഗ ഇൻറ്റു ടി സമയം കഴിഞ്ഞപ്പോഴാണ് അത് പിയിലെത്തിയത്. സോ ഒമേഗ ഇൻറ്റു ടി. സോ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. Now let m be the projection of the particle p on the horizontal diameter a dash OA അല്ലെങ്കിൽ x axis. ഇനി ഈ p എന്ന് പറയുന്ന പൊസിഷനിൽ വെച്ചിട്ട് ആ ബോഡിയെ നമ്മൾ x ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. പ്രൊജക്ഷനൊക്കെ നിങ്ങൾ ഗ്രാഫിക്സിലൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ബോഡിയെ നേരെ അതിൻ്റെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, അതാണ് പ്രൊജക്ഷൻ. സോ p എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ ഓൺ ദ x ആക്സിസ് ആണ് m എന്ന് പറയുന്നത്. ആ എമ്മിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. ആസ് ദ പാർട്ടിക്കിൾ p മൂവ്സ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇറ്റ്സ് പ്രൊജക്ഷൻ m ഓസിലേറ്റ്സ് അലോങ് ദ ഡയമീറ്റർ a ഡാഷ്. അപ്പം നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ p എന്ന് പറയുന്നത് അതിൻ്റെ t സമയം കഴിയുമ്പോൾ ഒരു പൊസിഷൻ മാത്രമാണ്. പിയിലെ പ്രൊജക്ഷനാണ് m എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ ഓരോ പൊസിഷനിലും അതിനെ നമുക്ക് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം അല്ലേ. ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ബോഡി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൊജക്ഷൻ ഈ എക്സ് ആക്സിസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. The displacement x of the projection m at any time t from the mean position O. അപ്പോൾ നമ്മൾ t എന്ന് പറയുന്ന സമയത്തുള്ള പ്രൊജക്ഷനാണ് ഈ m എന്ന് പറയുന്നത്. ആ എമ്മിന് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിക്കേ, ഒ എം പി. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ ഫ്രം ദാറ്റ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ ഓർ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു ഒ എം വിച്ച് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് തീറ്റ എന്ന് പറയുന്ന ഒമേഗ ടി ആണെന്ന്. സോ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കുന്നു. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ഇതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി കാണുന്ന പറയുന്നു, സിമ്പിളാണ്. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, തീറ്റയ്ക്ക് പകരം ഒമേഗ ടി കൊടുക്കുന്നു. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്കറിയാം ഇത് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് വെലോസിറ്റി. അതായത് ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, നമ്മൾ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. നമുക്കറിയാം കോസ് ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന മൈനസ് സൈൻ ഒമേഗ ടി ആണ്. അതിനെ ഒരു ഒമേഗയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി ഓർ വി ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ദാറ്റ് ഇക്വേഷൻ ഇസ് കോൾഡ് വെലോസിറ്റി ടൈം റിലേഷൻ ഫോർ ദ പോയിന്റ് എം. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. ദിസ് ഇസ് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പോൾ എഗെയിൻ നമുക്കറിയാം ഈ ഡി എക്സ് ബൈ ഡി ടിയെ നമ്മൾ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ. അപ്പോൾ മൈനസ് ആർ ഒമേഗ അങ്ങനെ തന്നെ കിടക്കും. സൈൻ ഒമേഗ ടിയുടെ റെഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒമേഗ കോസ് ഒമേഗ ടി. സോ ഒരു ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, കോസ് ഒമേഗ ടി. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. or d square x by dt square ആണ് ആക്സിലറേഷൻ. സോ a is equal to മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഇനി നമുക്കറിയാം ഈ ഇക്വേഷനകത്ത് നോക്കിക്കേ, ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്നാണ്. അതിനകത്ത് ആർ കോസ് ഒമേഗ ടിക്ക് പകരം നമുക്കൊരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഇവിടെ ആർ കോസ് ഒമേഗ ടിക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ അവിടെ ഉണ്ട്, ആർ കോസ് ഒമേഗ ടിക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. So from this equation it is seen that acceleration of the point m is proportional to the displacement x from the mean position. ഇവിടെ നോക്കിക്കേ, a is equal to മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. എ എന്ന് പറയുന്നത് എക്സിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് മനസ്സിലായി. നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷനാണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത്, എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഇനി അവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്, അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മൈനസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ
ആക്സിലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ. ആക്സിലറേഷൻ ബോഡി സെൻറ്ററിൽ നിന്ന് ദൂരോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ തിരിച്ച് സെൻറ്ററിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ് ആ മൈനസ് അവിടെ വന്നിരിക്കുന്നത്. സോ എ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്നതിൽ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, പിന്നെ അവിടെ മൈനസ് വരുന്നത് എ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ എന്നും കാണിക്കുന്നു. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് നമുക്ക് പറയാം. For a positive displacement, acceleration will be negative and vice versa. So ആ മൈനസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൈനസ് വരുന്നത് കൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. Thus, this equation satisfies both the conditions of simple harmonic motion. That is, A is equal to minus omega square x ആണ്. ഇതിനെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്ക് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. Now coming to the examples of simple harmonic motion. Oscillation of a simple pendulum is an example of simple harmonic motion. Vibration of a spring mass system. ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ആ വൈബ്രേഷനെ ഒരു എക്സാമ്പിൾ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അതുപോലെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് എ പിസ്റ്റൺ ഇൻസൈഡ് എ സിലിണ്ടർ ഓഫ് പിസ്റ്റൺ എന്നാണ്, പൊസിഷൻ എന്നല്ല, കറക്റ്റായിട്ട് എഴുതുക. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് എ പിസ്റ്റൺ ഇൻസൈഡ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിനുള്ളിൽ നമ്മൾ ഹൈഡ്രോളിക് മെഷീൻസിലൊക്കെ കാണാം, സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതിനെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. Now, equation for the velocity and acceleration of a particle moving with simple harmonic motion. Simple harmonic motion കൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റിയുടെയും ആക്സലറേഷൻ്റെയും ഇക്വേഷനാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമുക്കിത് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്നുള്ളത്. അപ്പോൾ എഗെയിൻ നമുക്കറിയാം വി എന്ന് പറയുന്ന ഡി എക്സ് ബൈ ഡി ടി ആണ്, മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഒമേഗ സൈൻ ഒമേഗ ടി. ഇതിനകത്ത് ഒരു മൈനസ് വരുന്നുണ്ട്. നെഗറ്റീവ് സൈൻ ഷോസ് that the velocity decreases as time increases. സമയം കൂടി വരുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുമെന്നാണ് ഈ മൈനസിൻ്റെ അർത്ഥം. സോ നമ്മൾ ഇവിടെ പറഞ്ഞു എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞു. അതിൽ നിന്ന് വാട്ട് ഈസ് കോസ് ഒമേഗ ടി? കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ. കോസ് ഒമേഗ ടി എക്സ് ബൈ ആർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കോസ് ഒമേഗ ടിയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് സൈൻ ഒമേഗ ടി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്നറിയാം. സോ സൈൻ ഒമേഗ ടി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അത് എൽ സി എം എടുത്തിരിക്കുന്നു. റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഉണ്ട് ഇവിടെ. ആറല്ല ആർ സ്ക്വയർ. റൂട്ട് കളയുമ്പോൾ മാത്രമേ അത് ആറാവുള്ളൂ. Therefore, V is equal to, so sin omega t യുടെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഈ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ ആ sin omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. V is equal to മൈനസ് ആർ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടിക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കുന്നു. റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഈ ഇവിടെ താഴെ റൂട്ട് കളഞ്ഞേക്കുവാണ്, അതുകൊണ്ടാണ് ആറ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആറും ഇവിടുത്തെ ആറും കൂടെ ക്യാൻസലായി പോവും. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ V? V is equal to minus omega into root of r square minus x square. So that is the relation for velocity. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, V is equal to minus r omega sin omega t എന്നൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഒമേഗ ടിയും ആറും ഒക്കെ അറിയാമെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. പകരം നമുക്ക് അറിയാവുന്നത് ഒമേഗയും ആറും എക്സും ഒക്കെ ആണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് താഴെ 12.5 എന്ന് മാർക്ക് ചെയ്തേക്കുന്ന ഇക്വേഷൻ. V is equal to minus omega into root of r square minus x square. ഇനി ഈ വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആകുന്നത്? വെലോസിറ്റി വിൽ ബി മാക്സിമം അറ്റ് ദ മീൻ പൊസിഷൻ. അതായത് ഇനീഷ്യൽ പൊസിഷനിലായിരിക്കും വെലോസിറ്റി മാക്സിമം ആകുന്നത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിലാണ് വെലോസിറ്റി മാക്സിമം ആകുന്നത്. സോ വി മാക്സ് വിൽ ബി ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നത് ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി മാക്സ് ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇവിടെ ആ മൈനസ് കാണിച്ചിട്ടില്ല. മൈനസ് എന്ന് പറയുന്നത് ആ വെലോസിറ്റി ടൈം കൂടുമ്പോൾ വെലോസിറ്റി കുറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ മൈനസ് സൈനിൻ്റെ സിഗ്നിഫിക്കൻസ് ഉള്ളത്. വി മാക്സ് എന്ന് പറയുന്നത് ആർ ഒമേഗ എന്ന വാല്യൂ ആയിരിക്കും.
അതുപോലെ വി മിനിമം എത്രയായിരിക്കും? ഒരു ബോഡി മൂവ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴാണ് അത് തിരിച്ചു വരുന്നത് അല്ലേ? അപ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ എത്തി അതിൻ്റെ വെലോസിറ്റി 0 ആകുമ്പോഴാണ് അത് തിരിച്ചു വരുന്നത്. സോ എക്സ്ട്രീം പൊസിഷനിലാണ് വെലോസിറ്റി മിനിമം ആകുന്നത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്ന പൊസിഷനിലാണ്. ആർ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആറിലേക്ക് എത്തുമ്പോഴാണ് വെലോസിറ്റി മിനിമം ആകുന്നത്. സോ വി മിനിമം ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അതിൽ നിന്ന് ആക്സിലറേഷൻ്റെയും കൂടെ ഇക്വേഷൻ എഴുതാം. ആക്സിലറേഷൻ നമുക്കറിയാം ഡി വി ബൈ ഡി ടി ആണെന്നറിയാം. ദാറ്റ് ഈസ് മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടിക്ക് നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയായിരുന്നു. കോസ് ഒമേഗ ടി ഈസ് എക്സ് ബൈ ആർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ മൈനസ് ആർ ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ആർ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. ആറും ആറും ക്യാൻസലായി പോകും. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. Acceleration is minimum when the point M is on the mean position. M ഈ പൊസിഷൻ ബോഡി എന്ന് പറയുന്ന അതിൻ്റെ സെൻട്രൽ പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കുറവ് ആക്സലറേഷൻ ഉള്ളത്. ആൻഡ് മാക്സിമം വിത്ത് ദ എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്സലറേഷൻ സംഭവിക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് മീൻ പൊസിഷനിൽ മാക്സിമവും എക്സ്ട്രീം പൊസിഷനിൽ മിനിമവുമാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷനിൽ മിനിമവും എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമവുമാണ്. സോ എ മിനിമം എന്ന് പറയുന്നത് ഈ എക്സിന് 0 കൊടുക്കുമ്പോഴാണ്. സോ എ മിനിമം വിൽ ബി 0 ആൻഡ് എ മാക്സിമം എന്ന് പറയുന്നത് എക്സിന് ആർ വാല്യൂ കൊടുക്കുമ്പോഴാണ്. സോ എ മാക്സ് വിൽ ബി ഈക്വൽ ടു മൈനസ് ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഇപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ ഈ മൈനസ് എടുക്കേണ്ട കാര്യമില്ല. മൈനസ് എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്സലറേഷൻ ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഈ മൈനസ് എന്ന് പറയുന്നത്. ആക്സലറേഷൻ മാക്സിമം ആക്സലറേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആർ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആർ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാകും. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. When the time of motion is measured from the mean position of SHM, the expression for displacement would be x is equal to r sin omega t. Here at t is equal to 0, the particle executing SHM will be at the mean position. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഒരു പ്രോബ്ലം തരുന്നു. അതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ടൈം ഈസ് മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നാണ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇക്വേഷൻ ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. സെക്കൻഡ് നോക്കിക്കേ, ഇഫ് ദ ടൈം ഓഫ് മോഷൻ ഈസ് മെഷേർഡ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഒരു പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്നാണ് അതിൻ്റെ ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് അതിൻ്റെ ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ഇത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ടൈം ഈസ് മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ടൈം ഈസ് മെഷേർഡ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന്. ഏത് പൊസിഷനിലായാലും കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. മീൻ പൊസിഷൻ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി, എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി. ഇനി രണ്ട് കേസിലും വെലോസിറ്റി വാല്യൂ വിൽ ബി ഈക്വൽ ടു v is equal to omega into root of r square minus x square and acceleration is a is equal to minus omega square x. അപ്പോൾ ഈ മീൻ പൊസിഷൻ ആയാലും എക്സ്ട്രീം പൊസിഷനിലായാലും വെലോസിറ്റിയുടെയും ആക്സലറേഷൻ്റെയും ഇക്വേഷൻ സെയിം തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് ടേംസും കൂടെ പഠിക്കണം. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മീൻ പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇറ്റ് സെൽഫ്. സോ മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ടേമാണ് ആർ. Amplitude always equal to the radius of the circular orbit. Next is oscillation. Oscillation എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. സെൻറ്ററിൽ നിന്ന് ഒരു എക്സ്ട്രീം വരെ പോയി അത് സെൻറ്ററിലേക്ക് തിരിച്ചെത്തി നെക്സ്റ്റ് എക്സ്ട്രീമിലേക്ക് പോയി അത് തിരിച്ചെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു മോഷനെയാണ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. The to and fro motion of a particle from its mean position to one extreme position, then to the other extreme position and back to the mean position is called oscillation. In this figure, O, B, O, A, O represents one oscillation. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീൻ പൊസിഷനിൽ നിന്ന്
എക്സ്ട്രീമിലേക്ക് പോകുന്നു, തിരിച്ച് ആ മീൻ പൊസിഷനിലെത്തുന്നു, മറ്റേ എക്സ്ട്രീമിലേക്ക് പോകുന്നു, തിരിച്ച് ആ മീൻ പൊസിഷൻ എത്തുന്നു. അതിനെയാണ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ വൺ ഓസിലേഷന് എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഈസ് കോൾഡ് ടൈം പീരീഡ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ടി. ടി ഈസ് ഈക്വൽ ടു 2 π ഒമേഗ. അപ്പോൾ ഒമേഗ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ 2 π ഒമേഗ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ടൈം പീരീഡ് ഓഫ് ദ ഓസിലേഷൻ. ഇനി ബീറ്റ്, അനദർ ടേം ബീറ്റ്. ബീറ്റ് എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ്റെ പകുതി. അതായത് മീൻ പൊസിഷനിൽ നിന്ന് ഒരു എക്സ്ട്രീം വരെ പോയി തിരിച്ച് അതിൻ്റെ മീൻ പൊസിഷനിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. മീൻ പൊസിഷൻ ടു വൺ എക്സ്ട്രീം ആൻഡ് ബാക്ക് ടു ദ മീൻ പൊസിഷൻ, അതിനെയാണ് ആ ഓസിലേഷൻ്റെ ഹാഫ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എ ബീറ്റ്. ഫ്രീക്വൻസി. The number of cycles or oscillations completed per second is known as frequency. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നു അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 2 π ഒമേഗയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ബൈ 2 ആണ്. ആൻഡ് ദ യൂണിറ്റ് ഇസ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഹേർട്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. Thank you.